നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിഫാമിന് സമീപം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം സ്വദേശി ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുക്കുട്ടിയാണ് മരിച്ചത്. കോഴിഫാം നടത്തിപ്പുകാരനും തൊഴിലാളിയും അറസ്റ്റിൽ. കാഞ്ഞിരപ്പുഴ പൂഞ്ചോല മാന്തോണിയിൽ പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ജഡം കണ്ടത്. പ്രദേശത്ത് പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട മധുവിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയ കേസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് മധുവിന്റെ അമ്മ മല്ലി. അതുവരെ കേസ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി. മണ്ണാർക്കാടും പട്ടാമ്പിയിലും CPIയിൽ അച്ചടക്ക നടപടി. മണ്ണാർക്കാട് മുൻ മണ്ഡലം സെക്രട്ടറി പാലോട് മണികണ്ഠനെയും പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് 2 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നടപടി സംഘടനാ വിരുദ്ധ പ്രവർത്തനം, സാമ്പത്തിക ക്രമക്കേട് എന്നിവ ചൂണ്ടിക്കാട്ടി. പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണം പൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 10 കോടി രൂപ ചിലവിലാണ് നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് മന്ദിരം പണിയുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിഫാമിന് സുരക്ഷയൊരുക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാലക്കത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുക്കുട്ടിയാണ് മരിച്ചത്. ക്ഷീര കർഷകയായ പാറുക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയാണ് അപകടം. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടുകൂടി ക്ഷീരസംഘത്തിലേക്ക് പാലുമായാണ് പാറുക്കുട്ടി വീട്ടിൽ നിന്നും പോയത്. നേരമേറെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. ചില ദിവസങ്ങളിൽ ഇതുപോലെ വൈകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചു പോയതുമില്ല. രാത്രിയായിട്ടും പാറുക്കുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത്. അയൽവാസികളുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് വീടിന് ഏകദേശം 100 മീറ്റർ അപ്പുറത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ പാറുക്കുട്ടിയെ ഷോക്കേറ്റ് കിടക്കുന്ന നിലയിൽ കാണുന്നത്. സമീപത്ത് പശുവിനു വേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറിക്കിടന്നിരുന്നു. ബോധരഹിതയായി കിടന്നിരുന്ന പാറുക്കുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ കൈയിന് ഷോക്കേറ്റതോടെയാണ് വൈദ്യുതിയിൽ കുടുങ്ങിയതാണെന്ന കാര്യം തിരിച്ചറിഞ്ഞത്. പുല്ലും കെട്ട് കണ്ടതിൻ്റെ ശേഷമാണ് ഈ 2 കൈ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ആളവിടെ ഉണ്ടെന്ന് മനസ്സിലായി. പുല്ലിൻ്റെ പകുതി മൂടിയിട്ട് കൈ മാത്രം ഇങ്ങനെ മടക്കി. അപ്പോൾ ഞാൻ ജീവൻ ഉണ്ടെങ്കിലോ ചിലപ്പോൾ എന്തെങ്കിലും ഇതാണ് ഇത്. അപ്പോൾ ഈ പുല്ലും കെട്ടാണ്. പുല്ല് നല്ല വെയിറ്റ് തന്നെ. അങ്ങനത്തെ ഒരു ചുമയോളം ഒറ്റയ്ക്ക് എടുത്തിട്ട് വരും. ആരും പിടിക്കൊന്നും വേണ്ട. അപ്പം ഞാൻ ഈ പുല്ല് ഈ കൈ കൊണ്ട് മാറ്റിയാക്കുമ്പോഴാണ് എൻ്റെ ഈ കൈ നല്ല തരിപ്പുണ്ടായി. അപ്പോൾ ഇക്കും ലെവലില്ല തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ടോർച്ച് കൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കമ്പി പൊട്ടിയതിൻ്റെ ഇവളുടെ വയറിൻ്റെ അടിയിലാണ്. അപ്പോഴേക്ക് ഈ സംഭവം മനസ്സിലായി. ഇവർ കറണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ആവണം എന്ന് കണക്കാക്കിയിട്ട് അപ്പോഴേക്ക് ഈ പിള്ളേരൊക്കെ ഓടി വന്നു. അപ്പോൾ ആർക്കും അങ്ങോട്ട് കടക്കാൻ പേടിയാണ്. അപ്പോൾ അതിലത്തെ ഒരുത്തൻ നല്ല കടന്ന് കമ്പിയുടെ മേലെ ചാടി പോയിട്ട് അപ്പോൾ ഇയാൾ നല്ലോണം ഉറക്കാം ചിന്തിക്കാൻ അവനെ വിളിച്ചു കൊടുന്ന് മൊത്തം ഓഫ് ചെയ്യിച്ചു. അപ്പോൾ അവനോട് ഹിന്ദിയിൽ അവൻ ചോദിച്ചു, ഇതെന്താ ഈ ഓഫാക്കിയിട്ടില്ലേ ചോദിച്ചു. അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി തൂങ്ങിയിട്ടേന്ന് പറഞ്ഞു. ഇവിടെ തമിഴിലല്ലേ, അവൻ ഹിന്ദിക്കാരനാണ്. നല്ല തൂങ്ങിയിട്ട് പറ്റി ഈ വാക്കാണ് അവൻ പോലീസുകാരോടും പറഞ്ഞു. ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഫാമിലെ ജീവനക്കാരനെ വിളിച്ചുണർത്തി വൈദ്യുതി ഓഫ് ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും പാറുക്കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു. KCB ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. വീട്ടമ്മ വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ ഫാം നടത്തിപ്പുകാരനും തൊഴിലാളിയും അറസ്റ്റിൽ. കണിയമ്പുറം സ്വദേശി ശിവദാസൻ, അസം സ്വദേശി അബ്ദുൾ അലി എന്നിവരാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പനമണ്ണ അമ്പലവട്ടം പാലക്കത്തൊടിയിൽ പാറുക്കുട്ടിക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം സംഭവിച്ച കേസിലാണ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം തൃക്കങ്ങോട് തോണിത്തൊടിയിൽ 58-കാരനായ ശിവദാസൻ, തൊഴിലാളി അസം സ്വദേശിയായ 31-കാരൻ അബ്ദുൾ അലിയെയുമാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ ബോധപൂർവമായ നരഹത്യ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും KCBയും വിശദമായ അന്വേഷണം തുടങ്ങി. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് പാറുക്കുട്ടിയെ വീട്ടിനടുത്തുള്ള ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടുപന്നികളെയും തെരുവ് നായ്ക്കളെയും തുരത്താൻ വെച്ച വൈദ്യുത കെണിയിൽ നിന്നാണ് പാറുക്കുട്ടിയുടെ ഷോക്കേറ്റുള്ള ദാരുണാന്ത്യം സംഭവിച്ചത്. വിഭാഗീയത. CPI മണ്ണാർക്കാട് മുൻ മണ്ഡലം സെക്രട്ടറി പാലോട് മണികണ്ഠനെ പുറത്താക്കി. ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് തച്ചനാട്ടുകര സ്വദേശിയായ
പാലോട് മണികണ്ഠനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി CPI മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി A. അസീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പാലോട് മണികണ്ഠനെതിരെയുള്ള കമ്മീഷൻ ശുപാർശ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചതോടെയാണ് മണികണ്ഠന് പുറത്തേക്കുള്ള വാതിൽ തുറന്നത്. ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയത ആരോപിച്ച് പാലോട് മണികണ്ഠൻ ഉൾപ്പെടെ ജില്ലയിലെ ഒരു പറ്റം നേതാക്കൾക്ക് പാർട്ടി വിശദീകരണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവർ ഭാരവാഹിത്വം രാജിവെച്ചിരുന്നു. ജില്ലാ സമ്മേളനത്തിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനായി AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ, AIYF ജില്ലാ സെക്രട്ടറി K. ഷാജൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K. രാജൻ എന്നിവരടങ്ങുന്ന അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് കമ്മീഷൻ ജില്ലാ കമ്മിറ്റിക്ക് സമർപ്പിച്ചതെന്നാണ് അറിയുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു. കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി നേതാക്കളോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇവർ നൽകിയ മറുപടി തൃപ്തികരമല്ലെന്നാണ് അറിയുന്നത്. തുടർന്നാണ് റിപ്പോർട്ട് അതാത് മണ്ഡലം കമ്മിറ്റികൾ ചർച്ച ചെയ്ത് നടപടി തീരുമാനിക്കാനും ആ തീരുമാനം ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി അയക്കുവാനും ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചത്. റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി ചേർന്ന മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി പാലോട് മണികണ്ഠനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. CPI വാടാനംകുറിശി ബ്രാഞ്ച് കമ്മിറ്റി അംഗം കോടിയിൽ രാമകൃഷ്ണനെയും ചെമ്പ്ര ബ്രാഞ്ച് കമ്മിറ്റി അംഗം PK സുഭാഷിനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനം, സാമ്പത്തിക ക്രമക്കേട് എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് നടപടിയെന്ന് CPI പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി OK സെയ്തലവി അറിയിച്ചു. കാഞ്ഞിരപ്പുഴ പൂഞ്ചോല മാന്തോണിയിൽ പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ മാവിൻതോട്ടത്തിലാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെ ആടുമേയ്ക്കാൻ പോയവരാണ് പുലിയുടെ ജഡം കണ്ടത്. തുടർന്ന് വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. ജഡത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ആൺപുലിയാണ്. തോട്ടത്തിന് സമീപം ജനവാസ മേഖലയോട് ചേർന്നാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം അറിയാനാകൂ എന്ന് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ N. സുബൈർ പറഞ്ഞു. പ്രദേശത്ത് കുറച്ചുനാളുകളായി പുലി സാന്നിധ്യം ഉണ്ടായിരുന്നതായി പ്രദേശവാസി അരുൺ ഓലിക്കൽ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ വളരെ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഒരു പുലിയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ജനവാസ മേഖലയിൽ പുലിയുടെ കാൽപ്പാടുകൾ ഉണ്ടായതായിട്ട് ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് തന്നെ അതിൻ്റെ ജഡം കണ്ടെത്തി. വളരെയധികം രീതിയിൽ ആളുകൾ ഭീതിയിലാണ്. ഇതിനെ കണ്ടാൽ തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു വലിപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പുള്ളിപ്പുലിയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലെടുത്തും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ കഴിഞ്ഞൊക്കെ തിരിച്ചു പോകുന്ന സമയത്ത് ഈ റോഡ് ക്രോസ് ചെയ്ത് പുലി പോകുന്ന കാഴ്ച തന്നെ പല തവണയായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഈ ജനങ്ങളുടെ ഭീതി പരിഹരിക്കത്തക്ക രീതിയിൽ വനംവകുപ്പ് ഇടപെടണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കാട്ടുമൃഗങ്ങളിൽ എന്നും ഉണ്ടാകണം എന്നുകൂടിയാണ് പറയുന്നത്. ആൾക്കൂട്ടാക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട അട്ടപ്പാടിയിലെ മധുവിന്റെ അമ്മ മല്ലിയെ ഭീഷണിപ്പെടുത്തിയ കേസ് പരിഗണിക്കുന്നത് ഓഗസ്റ്റ് 29ലേക്ക് മാറ്റി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന മല്ലിയുടെ അപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതുവരെ കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മല്ലി അപേക്ഷ നൽകിയത്. മധുവധക്കേസിന്റെ അനുഭവത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതാവും കേസ് നടത്തിപ്പിന് നല്ലതെന്ന് മധുവിന്റെ സഹോദരി സരസു പറഞ്ഞു. മധുവധക്കേസിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് അബ്ബാസ് അമ്മയെ ഭീഷണിപ്പെടുത്തിയ കേസിൻ്റെ വിചാരണയായിരുന്നു ഇന്ന്. അതിനുവേണ്ടി ഞങ്ങൾക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച് തരാനുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കോടതിക്ക് കത്ത് നൽകി. അതിൻ്റെ തീരുമാനം 29/8 മാറ്റിവെച്ചിരിക്കുകയാണ്. കേസ് വിചാരണയ്ക്കായി ചൊവ്വാഴ്ച വിളിച്ച ഉടനെയാണ് അപേക്ഷ നൽകിയത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെയുണ്ടെന്നും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണോ ഇത്തരമൊരു അപേക്ഷ നൽകിയതെന്ന് പുനഃപരിശോധിക്കണമെന്നും അപേക്ഷ പരിഗണിക്കവേ ജഡ്ജി ജോമോൻ ജോൺ വാക്കാൽ പറഞ്ഞു. മധുവധക്കേസ് വിചാരണാവേളയിൽ മുക്കാലിയിലെ ഒറ്റമൂലി ചികിത്സാ കേന്ദ്ര നടത്തിപ്പുകാരി സലീമയുടെ പിതാവ് അബ്ബാസ്, സലീമയുടെ സഹോദരി പുത്രൻ ഷിഫാൻ എന്നിവർ മല്ലിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. ചൊവ്വാഴ്ച വിചാരണ ആരംഭിക്കുന്നതിനിടെയാണ് ഹർജിയടക്കമുള്ള സംഭവങ്ങൾ അരങ്ങേറിയത്. പ്രോസിക്യൂഷനു വേണ്ടി മണ്ണാർക്കാട്ട് പ്രോസിക്യൂട്ടർ P. ജയൻ ഹാജരായി. ലഹരിമരുന്ന് കൈവശം വെച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മണ്ണാർക്കാട് വിയക്കുറിശി പറമ്പൻ വീട്ടിൽ ഇർഷാദാണ് അറസ്റ്റിലായത്. പെരുന്നാൾ ദിനത്തിൽ പെരുമ്പിടാരിയിൽ ഇർഷാദ് നടത്തുന്ന ടർഫിൽ വിതരണം ചെയ്യാനായി ഇർഷാദ് സുഹൈലുമായി ചേർന്ന് ലഹരിമരുന്ന് എത്തിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു.
മണ്ണാർക്കാട് നഗരമധ്യത്തിൽ നിന്ന് തിങ്കളാഴ്ചയാണ് 17 ഗ്രാം മെത്താഫിറ്റമിനുമായി അരയങ്കോട് VP സുഹൈൽ പിടിയിലായത്. സുഹൈലിന്റെ മൊഴി പ്രകാരമാണ് പെരുമ്പടാരിയിൽ ഫുട്ബോൾ ടർഫ് നടത്തുന്ന ഇർഷാദിനെ മണ്ണാർക്കാട് പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ച അറസ്റ്റിലായ സുഹൈലിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ ഇർഷാദിന്റെ പങ്ക് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ERന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. കടമ്പുഴിപ്പുറം വായില്യാങ്കുന്ന മേലെ തൃക്കോവിൽ ക്ഷേത്രത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ 3 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. തിങ്കളാഴ്ച രാത്രിയാണ് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കരിമ്പുഴ ആറ്റാശ്ശേരി സ്വദേശിയായ അജയ്കുമാർ, ശ്രീകൃഷ്ണപുരം സ്വദേശികളായ വിഷ്ണു, അശ്വിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ വിഷ്ണുവിന്റെ പരിക്ക് സാരമുള്ളതാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന്റെ ടെസ്റ്റ് പൈലിംഗ് പുരോഗമിക്കുന്നു. 10 കോടി രൂപ ചെലവിലാണ് പുതിയ മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത്. പ്രവർത്തികൾ MLA വിലയിരുത്തി. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപത്താണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ടെസ്റ്റ് പൈലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 10 കോടി രൂപ ചെലവിലാണ് മുനിസിപ്പൽ ടവർ പദ്ധതി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. മുഹമ്മദ് മൂസിൻ MLA, പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അത്യാധുനിക രീതിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. പട്ടാമ്പി മുനിസിപ്പൽ ടവർ അതിൻ്റെ നിർമ്മാണം ടെസ്റ്റ് പൈലിംഗ് അടക്കമുള്ള പൈലിങ്ങിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ടെസ്റ്റ് പൈലിങ്ങും എടുത്ത് അതിൻ്റെ സ്ട്രെങ്ത് പരിശോധിച്ച് അതിനനുസരിച്ചിട്ടാണ് നിർമ്മാണം പുരോഗമിക്കുക. ULCC ആണത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനും ചെയർപേഴ്സണൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വളരെ നന്നായി അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പട്ടാമ്പി മുനിസിപ്പൽ ടവർ അടക്കം, റവന്യൂ ടവർ അടക്കമുള്ള, അതുപോലെ നമ്മുടെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളടക്കം സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളും സ്മാർട്ട് സൗകര്യങ്ങളുള്ള മികച്ച ഓഫീസുകളാക്കി മാറ്റുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി വഴി 10 കോടി അനുവദിച്ച് 9,65,00,000 രൂപ അഗ്രിമെൻ്റ് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ ടവർ കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത്. കാലപ്പഴക്കവും സൗകര്യക്കുറവുമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതി പ്രകാരമാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് കെട്ടിടം നിർമ്മിക്കാൻ കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചത്. 5 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഓരോ സെക്ഷനും പ്രത്യേകം ഓഫീസുകൾ ഉണ്ടാകും. ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ, ശുചിമുറികൾ, വിശ്രമകേന്ദ്രം, ലിഫ്റ്റ് സൗകര്യം, വാഹന പാർക്കിംഗ് എന്നിവയും പുതിയ കെട്ടിടത്തിൽ ഒരുക്കും. പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും ഏറെ സൗകര്യപ്രദമാകും. ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരനെ സംയോജിതമായ ഇടപെടലിലൂടെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച ബസ് തൊഴിലാളികൾക്ക് സ്നേഹാദരം. ഒറ്റപ്പാലം നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും ചേർന്നാണ് വളാഞ്ചേരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന നീനു സ്റ്റാർ എന്ന ബസ്സിലെ ജീവനക്കാരെ ആദരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. വളാഞ്ചേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് സർവീസ് നടത്തുകയായിരുന്ന ബസ്സിൽ പട്ടാമ്പിയിൽ നിന്നും കയറിയ വാണിയംകുളം സ്വദേശി മണികണ്ഠൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. അത്യാസന്ന നിലയിലായിരുന്ന യുവാവിനെ ഓങ്ങല്ലൂരിൽ നിന്നും മിനിറ്റുകൾക്കകം ബസ്സിൽ തന്നെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച മാതൃകയ്ക്കാണ് ബസ് ജീവനക്കാരെ ആദരിച്ചത്. ഒറ്റപ്പാലം നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും ചേർന്നായിരുന്നു ആദരം സംഘടിപ്പിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PA അജിത് കുമാർ, നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി എന്നിവർ ഡ്രൈവറെയും കണ്ടക്ടറെയും ആദരിച്ചു. ഒരാൾക്ക് അത്യാസന്ന നിലയിൽ വയ്യാതെ കുഴഞ്ഞു വീണപ്പോൾ അവര് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഒന്നും ആലോചിക്കാണ്ട് ആ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിന് നമുക്ക് എത്ര പറഞ്ഞാലും
മതി വരില്ല. ബസ് ഡ്രൈവർ ചാത്തന്നൂർ സ്വദേശി മനാഫ്, കണ്ടക്ടർ കൊടുമുണ്ട സ്വദേശി ഷർഫുദ്ദീൻ എന്നിവരാണ് യുവാവിന് രക്ഷകരായത്. യാത്രക്കാരെ പോലും ഇറക്കാതെ ബസ് നേരെ ആശുപത്രിയിലേക്ക് പാഞ്ഞെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൽ നാസർ, ടി ലത, മറ്റു വാർഡ് കൗൺസിലർമാരും ബസ് ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. സാമുദായിക ന്യൂനപക്ഷ പദവി വേണമെന്ന് ഗുപ്തൻ സേവന സമാജം സംസ്ഥാന വാർഷിക കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരത്ത് നടന്ന യോഗം ഗുപ്തൻ സേവന സമാജം സംസ്ഥാന രക്ഷാധികാരി എ ബാലകൃഷ്ണ ഗുപ്തൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ന്യൂനപക്ഷ സമുദായമായ GSS പാലക്കാട് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സമുദായം ഇതര സമുദായങ്ങളെക്കാൾ കേരളത്തിൽ എല്ലാം കൊണ്ടും പിന്നണിയിൽ നിൽക്കുന്ന ഒരു സമുദായം. പിന്നണിയിൽ നിൽക്കുക എന്ന് പറഞ്ഞത് സർക്കാർ അടിസ്ഥാനത്തിലാണ്. ആ സമുദായത്തെ ഒരു സംഘടനാ ബോധത്തിലേക്ക് കൊണ്ടുവരുവാനും ഒരു സംഘടനാ ചിട്ടയിലൂടെ തങ്ങളുടെ ആനുകൂല്യങ്ങളെ വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അവ നേടിയെടുക്കുവാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനവും അതിന്റെ സംഘടനാ ബലവുമാണ് ഇന്നത്തെ കൗൺസിൽ യോഗം. ഗുപ്തൻ സമുദായത്തിന് SEBC ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും സാമുദായിക ന്യൂനപക്ഷ പദവി നൽകണമെന്നും സംസ്ഥാന വാർഷിക കൗൺസിൽ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി പൂവത്താണി റോഡിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കണമെന്നും ചേത്തല്ലൂർ പാലക്കാട് KSRTC സർവീസ് പുനഃസ്ഥാപിക്കണമെന്നും കടമ്പഴിപ്പുറം പൊതുശ്മശാനം സമീപത്തെ കുളവുമായി ബന്ധപ്പെടുത്തി സംസ്കാര ചടങ്ങുകൾക്കായി ക്രമീകരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് M കുട്ടികൃഷ്ണഗുപ്തൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി K പ്രദീപ്, സെക്രട്ടറി P ശശികുമാർ, ട്രഷറർ AK സന്തോഷ്, രാമചന്ദ്രഗുപ്തൻ, T വിജയഗുപ്തൻ, ഗോപിനാഥ ഗുപ്തൻ, കൃഷ്ണകുമാർ K, ജയേഷ് T, വിജയഗുപ്തൻ A, രജിത് കൃഷ്ണ K, സുന്ദരേശൻ KS, ഗോപാലകൃഷ്ണൻ K, രത്നം ഉണ്ണികൃഷ്ണൻ, അനിത CT, P വിജയലക്ഷ്മി, സിന്ധു MP എന്നിവർ സംസാരിച്ചു. 6ാമത് OBA ലോഹിതദാസ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ആൻഡ് മ്യൂസിക്കൽ വീഡിയോ ഫെസ്റ്റിവലിന്റെ അവാർഡ് സമർപ്പണം ജൂൺ 23 ഞായറാഴ്ച വൈകിട്ട് 3 മുതൽ ഒറ്റപ്പാലത്ത് നടക്കും. മികച്ച ചിത്രമായി സോനു TP സംവിധാനം ചെയ്ത നെയ്റ്റ് കോൾ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ചാണ് വൺബ്രിഡ്ജ് മീഡിയ ലോഹിതദാസ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ആൻഡ് മ്യൂസിക് വീഡിയോ ഫെസ്റ്റിവൽ സീസൺ 6ന്റെ ഭാഗമായുള്ള അവാർഡ് ദാനം സംഘടിപ്പിക്കുന്നത്. പാൻഡമിക് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജോമി തോമസ് മണിയെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തു. കൂടാതെ മികച്ച മ്യൂസിക് വീഡിയോ ആയി TS അയ്യപ്പൻ സംവിധാനം ചെയ്ത നിലയും തിരഞ്ഞെടുത്തു. മികച്ച മ്യൂസിക് വീഡിയോയുടെ സംവിധായകനായി കഥ എന്ന മ്യൂസിക് വീഡിയോയുടെ സംവിധായകൻ സുഹേഷ് മട്ടത്തലിനെയും മികച്ച സംഗീത സംവിധായകനായി ഫൈസൽ റാസിയെയും തിരഞ്ഞെടുത്തു. 160 എൻട്രികളിൽ നിന്നായി 27ഓളം അവാർഡുകളാണ് സംവിധായകൻ മധുപാൽ ജൂറി ചെയർമാനായ സമിതിയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ഫെസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. നൈറ്റ് കാൾ എന്ന് പറയുന്നത് സോനു TP സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു. സെക്കൻഡ് ബെസ്റ്റ് ഫിലിമായിട്ടുള്ളത് സനിൽ തലവടി സംവിധാനം ചെയ്തിട്ടുള്ള അരളി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. മികച്ച സംവിധായകനായിട്ടുള്ളത് ജോമി തോമസ് മണി എന്ന് ഉള്ള പ്രതിഭയാണ്. പാൻഡമിക് എന്നാണ് സിനിമയുടെ പേര്. അതുപോലെ സുഹേഷ് മട്ടത്തിലാണ് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ചിത്രത്തിൻ്റെ പേര് പ്രതിമ എന്നാണ്. അങ്ങനെ മുഴുവൻ വായിക്കേണ്ടതെന്ന്. സംവിധായകൻ ജിയോ ബേബി, ഛായാഗ്രഹൻ വിപിൻ മോഹൻ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA, ബാലതാരം മാസ്റ്റർ വസിഷ്ഠ, സിന്ധു ലോഹിതദാസ് തുടങ്ങി പ്രമുഖരായ നിരവധി പേർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഫെസ്റ്റിവൽ ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ വരുന്നവരിൽ പ്രധാനപ്പെട്ട ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ജിയോ ബേബിയാണ്. ഡയറക്ടർ ജിയോ ബേബി, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അതുപോലെ കാതൽ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്, ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായിട്ടുള്ള ജിയോ ബേബി വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 45 വർഷക്കാലമായിട്ട് ഇന്ത്യൻ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന DOP ഡയറക്ടർ എന്ന നിലയിൽ പ്രധാനപ്പെട്ട വിപിൻ മോഹൻ സാർ വരുന്നുണ്ട്. നമുക്കറിയാം സന്ദേശം, വരവേൽപ്പ്, നാടോടിക്കാറ്റ്, തലയണ മന്ത്രം, അതുപോലെ തന്നെ ലോഹി സാറിനോടൊപ്പം ഏകദേശം 5ഓളം ചിത്രങ്ങൾ, സസ്നേഹം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, തൂവൽ കൊട്ടാരം തുടങ്ങിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒറ്റപ്പാലത്തിൻ്റെ MLA ശ്രീ അഡ്വക്കേറ്റ് MK പ്രേംകുമാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിന്നൽ മുരളി, മാരിവില്യൻ ഗോപുരങ്ങൾ, ലവ് ആക്ഷൻ ഡ്രാമ, ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് തുടങ്ങിയ സിനിമയിലെ താരമായിട്ടുള്ള മാസ്റ്റർ വസിഷ്ഠ് ഈ പ്രോഗ്രാമിൽ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. മേളയോടനുബന്ധിച്ച് 10ഓളം കലാകാരന്മാരുടെ ചിത്രപ്രദർശനവും ഉണ്ടായിരിക്കും. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ
GK ഒറ്റപ്പാലം, കോർഡിനേറ്റർ നിതീഷ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി റഷീദ് പറമ്പിൽ, വിനീഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ദേശീയപാതയിൽ കൊടക്കാട് പെട്രോൾ പമ്പിന് സമീപത്ത് സ്ഥിരം അപകടത്തിന് കാരണമായ ചെളിയും പാതയിലേക്ക് കയറ്റി സ്ഥാപിച്ച സുരക്ഷാ വേലിയും നീക്കം ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ ചെവിക്കൊണ്ടില്ല. ചെളി നീക്കാൻ യാത്രക്കാരോട് സഹായം അഭ്യർത്ഥിച്ച വേറിട്ട പ്രതിഷേധം നടത്തിയ യുവാവ് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് കാൽനട യാത്രക്കാരൻ കാറിടിച്ച് മരിച്ചിരുന്നു. സ്ഥിരം അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. എല്ലാത്തിനും കാരണം ഈ കാണുന്ന ചെളിയും തൊട്ടപ്പുറത്തുള്ള സുരക്ഷാ വേലിയുമാണ്. ചെളിയിൽ വാഹനം ഇറങ്ങാതിരിക്കാൻ വെട്ടിക്കുമ്പോൾ അപകടമുണ്ടാവാറുണ്ട്. സുരക്ഷാവേലി റോഡിനോട് ചേർന്ന് സ്ഥാപിച്ചതും ചെളിയും മൂലം ആളുകൾ റോഡരികിലേക്ക് കയറി നടക്കുമ്പോഴും അപകടം സംഭവിക്കുന്നു. പാതയിൽ നിന്നും അല്പം മാറ്റി സുരക്ഷാവേലി സ്ഥാപിക്കാൻ സ്ഥലമുണ്ടായിട്ടും അശാസ്ത്രീയമായി പാതയോട് ചേർന്ന് സ്ഥാപിച്ചതിനാൽ നടക്കാൻ ഇടമില്ല. പാതയ്ക്ക് കുറുകെ അഴുക്കുചാലുണ്ടെങ്കിലും വെള്ളം അതിലേക്ക് എത്താനുള്ള സൗകര്യം നിർമ്മാണ കമ്പനി ചെയ്തിട്ടില്ല. ഈ വെള്ളം റോഡിൽ കെട്ടിനിന്നാണ് ചെളിക്കെട്ടുണ്ടാകുന്നത്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചർകടയിലെ തൊഴിലാളിയായ നല്ലേപ്പള്ളി സ്വദേശി നടന്നു പോകുന്നതിനിടെ ഈ ഭാഗത്ത് കാറിടിച്ച് മരിച്ചിരുന്നു. അപകടത്തിന് കാരണം ഈ പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രദേശവാസി സലീം കൊമ്പം പ്രതിഷേധവുമായി എത്തിയത്. മണ്ണ് കയറി കിടക്കണ ഇവിടെ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുക, ആള് മരണപ്പെടുകയും ചെയ്തത്. ആ ചേതനയേറ്റ ശരീരം ഇന്നലെ ബലിപെരുന്നാൾ ദിവസത്തിൽ ഞങ്ങൾ അവിടെ ആ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കുമ്പോൾ ഉണ്ടായ മാനസികമായ സങ്കടമാണ് എന്നെ ഈ ഒറ്റയാൻ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. കാരണം എന്താ വെച്ചാൽ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. എത്ര പറഞ്ഞാലും അധികൃതർ ചെവിക്കൊള്ളുന്നില്ല. മണ്ണ് നീക്കി അപകടം ഒഴിവാക്കാൻ മറ്റൊരു വഴി കണ്ടില്ലെന്നും സലീം പറഞ്ഞു. മന്ത്രിമാരുടെ അവിടുന്ന് ഇങ്ങോട്ട് താഴെ കടയിൽ ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തുമ്പോൾ അത് ഫണ്ടില്ല, അങ്ങനെയാണ് ചാല് നിർമ്മിക്കാനുള്ള ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ജനങ്ങൾ നവകേരള സദസ്സിൽ ഈ ഒരു പരാതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള വിധത്തിലാണ് അത് കൊടുക്കുന്നത്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാരെത്തുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ കാലിൽ കയറ്റി വയ്ക്കുക, ഫാനിട്ട് ഇരിക്കുക എന്നല്ലാതെ അവരൊരു പണി എടുക്കുന്നില്ല. നമ്മൾ നിരന്തരം അവരോട് അഭ്യർത്ഥിച്ചാണ് നിങ്ങളതൊന്ന് ഇടപെടി ആ നോക്കാം പിന്നെ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ ഒരു പരിഹാരവും ഇതിനുണ്ടാകുന്നില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായി സഞ്ചരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഭാഗം. വാഹനങ്ങളുടെ വേഗതാ നിരീക്ഷണ ക്യാമറ ഈ ഭാഗങ്ങളിൽ ഇല്ലാത്തതിനാൽ അമിത വേഗതയും അപകടത്തിന് കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരികിലത്താണി. ഇനിയൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ ത്രാങ്ങാലിയിൽ വൈദിക പഠന കേന്ദ്രമായ ഗായത്രി ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്ഷരലക്ഷ ഗായത്രി മഹായാഗം ജൂൺ 21 മുതൽ ജൂലൈ 16 വരെ നടക്കും. കേരള ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾ അരണി കടഞ്ഞ് ആരംഭിക്കുന്ന വൈദികയാഗം കൂടിയാണ് ത്രാങ്ങാലിയിൽ നടക്കാൻ പോകുന്നതെന്ന് യജ്ഞാചാര്യൻ അരുൺ പ്രഭാകരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 21 മുതൽ ജൂലൈ 16 വരെ 26 ദിവസം നീണ്ടു നിൽക്കുന്ന അക്ഷരലക്ഷ ഗായത്രി മഹായാഗത്തിനാണ് തുടക്കമാകുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾ അരണി കടഞ്ഞ് ആരംഭിക്കുന്ന വൈദികയാഗം കൂടിയാണ് ത്രാങ്ങാലിയിൽ ആരംഭിക്കുന്നത്. 24 ദിവസങ്ങൾ കൊണ്ട് 24 ലക്ഷം ഒരു ഗായത്രി മന്ത്രം ഹോമിക്കുന്ന അതിവിശിഷ്ടമായ യാഗം സമകാലിക കേരളത്തിൽ ആദ്യമായാണ് നടക്കുന്നതെന്നും ഗായത്രി ഗുരുകുലം സ്ഥാപക ആചാര്യനും യാഗം യജ്ഞാചാര്യനുമായ അരുൺ പ്രഭാകരൻ പറഞ്ഞു. ഋത്വിക്കുകളെല്ലാവരും, അതായത് സ്ത്രീകൾ ഋത്വിക്കുകളായിട്ടുള്ള ആദ്യത്തെ ഗായത്രി യാഗമാണ്. ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. മറ്റൊരു പ്രത്യേകത ഉള്ളത്, സാധാരണഗതിയിൽ യാഗം നടക്കുമ്പോൾ യാഗാഗ്നി എടുക്കുക, അരണി കടഞ്ഞാണ് അഗ്നി എടുക്കുക. ഈ യാഗത്തിന് സ്ത്രീകളാണ് അരണി കടയുന്നത്. സ്ത്രീകൾ മാത്രം, പുരുഷന്മാരെ സഹായിക്കുക അങ്ങനെയല്ല. സ്ത്രീകൾ തന്നെ അരണി കടഞ്ഞ് അഗ്നിജനനം നടത്തി ആധാനം ചെയ്യുന്ന ഒരു യാഗമാണ്. കാരണം യാഗാദി കാര്യങ്ങൾക്ക് അങ്ങനെ ഗായത്രി ജപത്തിന് പോലും സ്ത്രീകൾ പാടില്ല എന്ന ചില സമ്പ്രദായങ്ങളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുമല്ല എന്ന് ആണ് ഗുരുകുലത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളിങ്ങനെ ഒരു സ്ത്രീകളെ കൊണ്ട് തന്നെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു ഈ പറഞ്ഞ യാഗങ്ങൾ അല്ലെങ്കിൽ ഈ യാഗം നടത്തുവാൻ തീരുമാനിച്ചത്. അതായത് ജൂൺ 21 മുതൽ ജൂലൈ 14 വരെ 24 ദിവസം കൊണ്ട് 24 ലക്ഷം ആണ് ഹോമിക്കുക. അതായത് ഒരു ദിവസം 1 ലക്ഷം. തുടർന്ന് 15ഉം 16ഉം കേരളത്തിൽ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലാത്ത ഒന്നാണ് ഗായത്രി നവരാത്രി എന്നുള്ളത്. 4 നവരാത്രികളുണ്ട് കേരളത്തിൽ. ഒരു നവരാത്രി മാത്രമേ പ്രചാരത്തിലുള്ളൂ, ശരത്കാല നവരാത്രി മാത്രം. അതല്ലാതെ വേറെ നവരാത്രികളുണ്ട്. അപ്പോൾ
വസന്ത നവരാത്രിയുണ്ട്, അതുപോലെ മാതങ്കി നവരാത്രിയുണ്ട്. അതിൽ 4ാമത്തെ നവരാത്രിയാണ് ആഷാഢ നവരാത്രി എന്ന് പറയും. ഈ ആഷാഢ നവരാത്രിയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് ഗായത്രി നവരാത്രി എന്നാണ്. ആ ഗായത്രി നവരാത്രിയും യാഗത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. രാവിലെ 5 മുതൽ വൈകിട്ട് 6 വരെയാണ് യാഗം നടക്കുന്നത്. ജൂലൈ 14, 15, 16 തീയതികളിൽ ഗായത്രി നവരാത്രിയോടനുബന്ധിച്ച് വിശേഷ പൂജകളും യജ്ഞങ്ങളും നടക്കും. 16 രാവിലെ 10 മണിക്ക് മഹാപൂർണാഹുതിയോടുകൂടി യാഗം സമാപിക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സഹരക്ഷാധികാരി OP ബാലകൃഷ്ണൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി വരവൂർ, സമിതി അംഗം KM ജഗദീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. കോട്ടപ്പാടം ഭീമനാട് നാട്ടുകൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും വടശ്ശേരിപ്പുറം ഭാഗത്ത് റോഡിന് ഇരുവശവും സംരക്ഷണ വേലി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. 10 അടിയിലധികം താഴ്ചയുണ്ട് വശങ്ങളിൽ. പുല്ലുകൾ വളർന്നതിനാൽ താഴ്ച ശ്രദ്ധയിൽപ്പെടില്ല. 3 വർഷം കഴിഞ്ഞു ഭീമനാട് നാട്ടുകൽ റോഡ് റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ചിട്ട്. റോഡിന് ഇരുവശവും മാർക്കിംഗ് ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വടശ്ശേരിപ്പുറം ഭാഗത്ത് റോഡിന് ഇരുവശവും 10 അടിയിലധികം താഴ്ചയുള്ള ഭാഗമുണ്ട്. ഇവിടെ സംരക്ഷണ വേലി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇരുവശങ്ങളും താഴ്ചയുള്ള ഭാഗമായതിനാൽ റോഡിന് പരിമിതമായ വീതി മാത്രമാണ് ഉള്ളത്. വലിയൊരു അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണുകൾ മാത്രമാണ് നിലവിൽ വാഹനങ്ങൾക്ക് സുരക്ഷ. എന്നാൽ റോഡ് നവീകരിച്ചതോടെ പല തൂണുകളും മണ്ണിനടിയിലായി. ദേശീയപാതയും സംസ്ഥാന പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത്. റോഡ് റബ്ബറൈസ്ഡ് ചെയ്തതോടെ വേഗതയിലാണ് മിക്ക വാഹനങ്ങളും സഞ്ചരിക്കുന്നത്. ഒരപകടത്തിന് മുന്നേ സംരക്ഷണ വേലികൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മംഗലാംകുന്ന് പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2, LSS, USS വിജയികളെ അനുമോദിച്ചു. K. പ്രേംകുമാർ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. പൊതുസ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം പരിപാടികളെല്ലാം ഒരു നാടിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമാണ് എന്നത് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാന ലൈബ്രറി കൗൺസിലും അതിന് താഴെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വായനശാലകളും ഒക്കെ യഥാർത്ഥത്തിൽ നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വായനശാലകൾ പുസ്തകം എടുക്കാനും അത് തിരിച്ചു കൊണ്ടുചെന്ന് ഏൽപ്പിക്കാനും പറ്റുന്ന കേന്ദ്രങ്ങൾ എന്ന സങ്കല്പമെല്ലാം മാറി കുട്ടികൾ മുതൽ വന്ധ്യവയോധികർ വരെയുള്ള സമൂഹത്തിലെ എല്ലാ തുറയിലുംപ്പെട്ട മനുഷ്യരെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ അവരെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു വിശാലമായ പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മുടെ നാട്ടിലെ വായനശാലകൾ. വായനശാല പ്രസിഡന്റ് KV ഗോപാലൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി K. രാഗേഷ്, ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ഉഷ ടീച്ചർ, B. രാജേഷ്, പ്രശാന്ത്, മനുദാസ്, സജിനി തുടങ്ങിയവർ സംസാരിച്ചു. ജോലി തിരക്കിനിടയിലും 1000ഓളം പുസ്തകങ്ങൾ വായിച്ച ഒറ്റപ്പാലം ASI T. സുധീഷിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിഫാമിന് സമീപം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം സ്വദേശി ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുക്കുട്ടിയാണ് മരിച്ചത്. കോഴിഫാം നടത്തിപ്പുകാരനും തൊഴിലാളിയും അറസ്റ്റിൽ. കാഞ്ഞിരപ്പുഴ പൂഞ്ചോല മാന്തോണിയിൽ പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ജഡം കണ്ടത്. പ്രദേശത്ത് പുലി സാന്നിധ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട മധുവിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയ കേസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് മധുവിന്റെ അമ്മ മല്ലി. അതുവരെ കേസ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി. മണ്ണാർക്കാടും പട്ടാമ്പിയിലും CPIയിൽ അച്ചടക്ക നടപടി. മണ്ണാർക്കാട് മുൻ മണ്ഡലം സെക്രട്ടറി പാലോട് മണികണ്ഠനെയും പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് 2 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നടപടി സംഘടനാ വിരുദ്ധ പ്രവർത്തനം, സാമ്പത്തിക ക്രമക്കേട് എന്നിവ ചൂണ്ടിക്കാട്ടി. പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണം പൈലിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 10 കോടി രൂപ ചിലവിലാണ് നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് മന്ദിരം പണിയുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.